പ്രധാനമന്ത്രിയുടെ വലിയ ഇടപെടലോടുകൂടിയാണ് സൈന്യം ഷിരൂരിലെത്തിയത്. കരസേനയും നാവികസേനയും ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ബലാഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് ഷിരൂരിൽ എത്തിയിരിക്കുന്നത്. 3 ട്രക്കുകളിലായാണ് സൈനിക സംഘം ഷിരൂരിലേക്ക് എത്തിയത്. ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ വളരെ വിദഗ്ധരായവർ തന്നെയാണ് ഈ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തിന്റെ സ്കെച്ചും അപകട വിവരങ്ങളും റഡാർ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും അധികൃതർ സൈന്യത്തിന് കൈമാറിയിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് GPS ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ വന്നാൽ പുഴയിലേക്കായിരിക്കണം ഇനി അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ അന്വേഷണം തിരച്ചിലാണ് ഇപ്പോൾ കരനാവികസേന ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മണ്ണിടിച്ചിലും ശക്തമായ മഴയും ഈ പ്രദേശത്തുള്ളതിനാൽ സൈന്യത്തിന് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഏറുകയാണ്. ഇനി മണ്ണ് മാറ്റുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം മണ്ണിടിച്ചിൽ വലിയ തോതിൽ ഉള്ള ഇടമായതിനാലും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഏതായാലും കരനാവികസേനകൾ സംയുക്തമായാണ് ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ മലയാളി ചെറുപ്പക്കാരന് വേണ്ടി വലിയ തിരച്ചിൽ നടത്തുന്നത്. ഇത് തന്നെ വലിയൊരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആദ്യമേ തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് GPS ലൊക്കേഷൻ കാണിച്ച ആ സ്ഥലത്ത് ലോറി കണ്ടെത്താനായിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നു. മാത്രമല്ല, മറ്റു ചില വാർത്തകൾ കൂടി. ചെറുപ്പം മുതൽ വളയം പിടിച്ചാണ് അർജുൻ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങി വെച്ചത്. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും മീറ്റിയുള്ള യാത്ര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട അർജുനെ കാത്തിരിക്കുകയാണ് വീടും നാടുമൊക്കെ. അർജുന്റെ വീട്ടുപടിക്കൽ പൂനൂർ പുഴ കരകവിഞ്ഞ് എത്തിയ വെള്ളം ഇറങ്ങുകയാണ് ഇപ്പോൾ. മൂടാലിക്കുഴിയിൽ വീടിനകത്ത് തളം കെട്ടിയ ദുഃഖം ഒഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. ഷിരൂരിൽ നിന്നുള്ള ശുഭവാർത്തയ്ക്കായി കണ്ണാടിക്കലിലെ കാത്തിരിപ്പ് നീളുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുണ്ടുകൂടിയ ആകാശം തെളിഞ്ഞിരുന്നു. 6 പകലുകൾ പുലർന്നു. കുടുംബത്തിന്റെ മുഖത്ത് ആശ്വാസം തെളിയാൻ ഇനി എത്ര കാത്തിരിക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. വീട് പോറ്റാൻ 20-ാം വയസ്സിൽ വളയം പിടിച്ചവനാണ് അർജുൻ. ജൂലൈ 8-ന് കോട്ടക്കലിൽ നിന്ന് ബ്രിക്സുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്കാണ് പോയത്. ലോഡ് ഇറക്കി കുശാൽ നഗരയിൽ നിന്ന് തടിയുമായി ബെൽഗമിലേക്ക്, അവിടുന്ന് അക്കേഷ്യ ലോഡുമായി എടവണ്ണയിലേക്കാണ് പോയത്. ജൂലൈ 15-ന് വൈകിട്ട് പുറപ്പെട്ടു. 250 കിലോമീറ്റർ യാത്ര പിന്നിട്ടപ്പോൾ ലക്ഷ്മണന്റെ കടക്കരികെ പതിവ് വിശ്രമം. കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാർ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ നിർത്തുന്ന സ്ഥലമാണിവിടെ. മണിക്കൂറുകളുടെ ഇടവേളകളിൽ വീട്ടിലേക്ക് എത്തിയിരുന്ന വിളികളില്ല. മറുതലയ്ക്കൽ അർജുന്റെ ശബ്ദം കേൾക്കാതെ ഉറ്റവരുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ. ആശ്വാസവാക്കൂതി വീട്ടിലേക്ക് പലരും എത്തുന്നു. അർജുൻ ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബവും നാടും നമ്മളും ഒക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം കാട്ടിയതിനെ തുടർന്നാണ് സൈന്യത്തെ വിളിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. അർജുനെ കാണാതായിട്ട് 6 ദിവസമാണ് ഇന്ന്. കർണാടക സർക്കാർ കാണിച്ച അലംഭാവമാണ് സൈന്യത്തെ രംഗത്തിറക്കാൻ വൈകിയത്. കഴിഞ്ഞ ദിവസം സൈന്യത്തെ രംഗത്തിറക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കും വീട്ടുകാർ ഇമെയിൽ അയച്ചിരുന്നു. മണ്ണിടിച്ചിലിന് ശേഷം ആദ്യ 4 ദിവസവും തിരച്ചിൽ കാര്യക്ഷമമായിരുന്നില്ല. ഒരു JCB ഉപയോഗിച്ച് മാത്രമായിരുന്നു മണ്ണ് മാറ്റിയിരുന്നത്. ഭാരത് ബെൻസിന്റെ ലോറിയായിരുന്നു അർജുൻ ഓടിച്ചിരുന്നത്. അപകടത്തിന് ശേഷവും 3 ദിവസം വരെ വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആയിരുന്നുവെന്ന് ഭാരത് ബെൻസ് കമ്പനി GPS സിഗ്നലിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോഴും പ്രതീക്ഷകൾ കൈവിടാതെ തന്നെ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ തന്നെയാണ് അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്.